അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പട്ടിക്കാട് ജാമിഅ നൂരിയ സമ്മേളനം വിവാദമായി കൊണ്ടിരിക്കുകയാണ്. സ്വന്തം കൂടാരത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവന്റെ പ്രശ്നങ്ങളിലേക്ക് എത്തി നോക്കുന്ന ഒരു കുടില തന്ത്രവും നാസർ ഫൈസിയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ കണ്ടു. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു കൊട്ടിക്കലാശവും നമ്മൾ കണ്ടതാണ്. ആ വീഡിയോ ഞാൻ നേരത്തെ വിട്ടത് കൊണ്ട് ഇപ്പോൾ കാണിക്കുന്നില്ല. വർഷങ്ങളായി നാട്ടിക ഉസ്താദിന് ശേഷം, കല്ലൂർ ഉസ്താദിന് ശേഷം അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവാണ് സമാപന സമ്മേളനത്തിൽ സമാപന പ്രഭാഷണം നടത്താറുള്ളത്. അതിനു വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കാറുള്ളത്. എന്നാൽ ഈ അടുത്ത കാലത്തായി നടക്കുന്ന സമ്മേളനങ്ങളിൽ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ നാം കാണാറില്ല. അതിന് കാരണമായിട്ടുള്ളത് സ്വഹാബികളുടെയും രാഷ്ട്രീയക്കാരുടെയും മേൽക്കോയ്മ പട്ടിക്കാട് ജാമിഅ നൂരിയ സമ്മേളനത്തിൽ ഉണ്ടായതുകൊണ്ടാണ്. സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തുറന്നു പറയാൻ ശ്രമിച്ചതാണ് അബ്ദുൽ ഹമീദ് ഫൈസി ചെയ്ത ഏറ്റവും വലിയ കുറ്റം. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ അടക്കമുള്ള ഉസ്താദുമാർ വഹാബികളുടെ ഗ്രന്ഥം വരെ പദ്യരൂപത്തിലും ഗദ്യരൂപത്തിലുമാക്കി പ്രചരിപ്പിക്കുമ്പോൾ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ പോലെയുള്ളവർ അതിന് വിള്ളൽ വീഴ്ത്തുകയും അവരെ അപമാനിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രഭാഷണങ്ങളും പ്രവർത്തനങ്ങളും ഇനി നടത്താൻ പാടില്ല എന്നാണ് സ്വഹാബികളുടെ ഒരു നയം. ആ നയത്തോട് യോജിക്കാനാവില്ലെന്നും മരണം വരെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രയത്നിക്കുമെന്നും ദൃഢനിശ്ചയമെടുത്തുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് ഒന്നുകൂടി ശക്തമായി പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് പട്ടിക്കാട് ജാമിഅ നൂരിയ സമ്മേളനത്തിൽ അബ്ദുൽ ഹമീദ് ഫൈസിയെ പോലെയുള്ളവരെ നാം കാണാതിരുന്നത്. മാത്രവുമല്ല, സമാപന സമ്മേളനം നാം പരിശോധിച്ചു നോക്കിയാൽ ഏതോ രാഷ്ട്രീയക്കാരുടെ പരിപാടി പോലെ തോന്നിപ്പോകും. നമുക്ക് മുൻനിരയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെയാണ്. പട്ടിക്കാട് ജാമിഅ നൂരിയ എന്ന സ്ഥാപനത്തിന്റെ സമ്മേളനമാണോ എന്ന് സംശയിക്കപ്പെടുന്ന ഒരു സമ്മേളനമാണ് ഇന്നലെ നടന്നിട്ടുള്ളത്. നാം ഒരുപാട് മതസ്ഥാപനങ്ങളുടെ സമ്മേളനം കണ്ടിട്ടുള്ളവരാണ്. മർക്കസു സഖാഫത്തി സുന്നിയ പോലത്തെ സ്ഥാപനങ്ങളിൽ അവിടുത്തെ വാർഷിക സമ്മേളനം നടക്കുമ്പോൾ തലപ്പാവ് ധരിച്ചുകൊണ്ട് വെള്ളവസ്ത്രധാരികളായ തലയെടുപ്പുള്ള പണ്ഡിതന്മാരാണ് മുൻനിരയിലുണ്ടാവുക. കാണുമ്പോൾ തന്നെ ഭക്തി നിർഭരമായ ഒരു സദസ്സാണ്. ഏത് ഭക്തിയില്ലാത്തവനും ആ സദസ്സിലേക്ക് കയറി ചെന്നാൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അവൻ പോലും ലയിച്ചു പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ പട്ടിക്കാട് ജാമിഅ നൂരിയ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിക്ക് അവിടെ അടിയുണ്ടാക്കാനുള്ള പ്രചോദനമല്ലാതെ, തരത്തിലുള്ള പ്രഭാഷണങ്ങളല്ലാതെ, പരസ്പരം വിഴുപ്പലക്കലല്ലാതെ അവിടെ കൂടിയ ഒരാൾക്കും ഒരു നന്മയും കിട്ടിയിട്ടുണ്ടാവില്ല. ജിഫ്രി മുത്തുക്കോയ തങ്ങളും കൂടെ പ്രസംഗിക്കാൻ ഇല്ലായിരുന്നുവെങ്കിൽ അതൊരു രാഷ്ട്രീയ പരിപാടിയായി മാറുമായിരുന്നു. ഇതൊന്നും എന്റെ അഭിപ്രായമായി കണ്ടുകൊണ്ട് എന്നെ തെറി പറയാൻ ആരും വരേണ്ടതില്ല. പറയുന്നത് സാക്ഷാൽ ഫൈസിയാണ്. ഫൈസിയുടെ വോയിസ് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഈ ഫൈസി വളരെ ആവേശത്തോടു കൂടിയാണ് വർഷങ്ങളായി പട്ടിക്കാട് ജാമിഅ നൂരിയ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ഈ പ്രാവശ്യമെങ്കിലും പങ്കെടുക്കണമെന്ന് കരുതിക്കൊണ്ട് വിദേശത്ത് നിന്ന് വരികയാണ്. വന്നു നോക്കുമ്പോഴാണ് അദ്ദേഹം പോസ്റ്റർ വായിക്കുന്നത്. പോസ്റ്ററിൽ ഏറെയുമുള്ളത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരുകളാണ്. അതോടൊപ്പം അബ്ദുസ്സമദ് പൂക്കോട്ടൂരിനെ പോലെയുള്ള സ്വന്തം സംഘടനയെ എങ്ങനെയുണ്ട് ഭിന്നിപ്പിക്കാൻ, ഭിന്നിച്ചവരെ എങ്ങനെയുണ്ട് മാറ്റി നിർത്താൻ, അവരുടെ പേരിൽ എന്തൊക്കെയാണ് ആരോപണം ഉന്നയിക്കേണ്ടതെന്ന് ഗവേഷണം ചെയ്യുകയും അത് പൊടിപ്പും തൊങ്ങലും വെച്ച് പ്രസംഗിക്കുകയും ചെയ്യുന്ന സമദ് പൂക്കോട്ടൂരിന്റെയും നോക്കണം നിങ്ങൾ. ആ രീതിയിൽ വലിയ വലിയ മഹത്തുക്കൾ തെർബിയത്ത് കൊടുത്ത സ്ഥാപനമാണ് ജാമിയ. ആ ജാമിയയെക്കുറിച്ച് ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ വേദനാജനകമായ വാർത്തയുണ്ട്. സമസ്ത കോളേജ് എന്ന് പറഞ്ഞിട്ട് അണ്ടർ ലെൻസ് അലക്സ് സലഫി ടീച്ചിങ് എന്ന് പറഞ്ഞിട്ട് ആരുണ്ടാക്കിയത്? നമ്മൾ തന്നെ നമ്മളെ ആക്ഷേപിച്ചുകൊണ്ടുണ്ടാക്കിയതല്ലേ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഹിന്ദു ദിനപത്രത്തിൽ ഫ്ലാഗ്ഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അവർ എഴുതിയത്. ഫ്ലാഗ്ഷിപ്പ് സമസ്തയുടെ സമസ്താസ് ഫ്ലാഗ്ഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നതിന്റെ അർത്ഥം സമസ്തയുടെ സുപ്രധാന സ്ഥാപനം. ആ സ്ഥാപനത്തിൽ സലഫിസം പഠിപ്പിക്കുന്നതാണ് ഇന്ത്യൻ എക്സ്പ്രസ് എഴുതിയത്. മാത്രമല്ല അവരെഴുതി ഇന്റലിജൻസ് ഏജൻസീസ് ക്ലോസ്ലി മോണിറ്ററിംഗ് എന്നാണ് ഒരു വാക്കതിലുള്ളത്. നിരീക്ഷിക്കുന്നു. ലൈബ്രറിയിൽ വരെ വന്ന് നോക്കിയതാ പറയുന്നത്. നമ്മൾ പ്രസംഗിച്ചുണ്ടാക്കിയതാ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല.
നമ്മളെക്കുറിച്ച് ഈ രീതിയിൽ ആക്ഷേപാർഹമായ രീതിയിൽ പ്രസംഗിക്കുമ്പോൾ മറ്റുള്ളവർ അതിൽ നിന്ന് മുതലെടുക്കുന്നതിൻ്റെ ചരിത്രവും ചിത്രവും വളരെ വ്യക്തമായി പത്രം എഴുതിയിരിക്കുകയാണ്. നിങ്ങൾ സമുദായത്തെ നമ്മൾ ഈ വിധം പ്രതിക്കൂട്ടിൽ കയറ്റാൻ നിൽക്കരുത്. അഭിപ്രായ വ്യത്യാസങ്ങൾ മേശപ്പുറത്തിരുന്ന് തീർക്കേണ്ടതാണ് നമ്മളൊക്കെ. അതുകൊണ്ട് വളരെ വ്യക്തമായി മനസ്സിലാക്കണം, നമ്മളാരും തീവ്രത പരത്തുന്നവരല്ല, നമ്മളാരും വിഭാഗീയത പരത്തുന്നവരല്ല. ജാമിഅ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ സ്ഥാപനമാണ്. ആർക്കാ സംശയം? ഈ മുസ്ലിം സമൂഹത്തെ തീവ്രവാദികളും ഭീകരവാദികളുമാക്കാൻ പലരും ഇപ്പോഴും രംഗത്തുണ്ട്. ഇപ്പൊ എന്താ പറയുന്നത്? നമ്മുടെ രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഈ രാജ്യത്തോട് കൂറില്ലാത്തവരാണ് എന്ന രീതിയിൽ ഇപ്പോഴും വിഭജനത്തിന്റെ ഉത്തരവാദിത്തം നമുക്കെന്ന ചിലർ പറയുന്നത്. നാസർ ഫൈസി കൂടത്തായിയുടെയും പേരുകളാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്. അതിലുള്ള മനോവേദനയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട ഫൈസിമാരെ, എന്താണ് വിശേഷങ്ങളൊക്കെ? റാഹത്തല്ലേ? നമ്മൾ കുറേ കാലമായിട്ട് ആറ്റുനോറ്റ് ഒരു ജാമിയ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് വിചാരിച്ച് നാട്ടിലേക്ക് ഇന്നലെ ഇവിടെ എത്തി. സംഭവമാകെ പ്രശ്നമാണ്. എന്താ ഇപ്പോൾ ചെയ്യുക? ജാമിയ സമ്മേളനത്തിൻ്റെ പ്രോഗ്രാം ലിസ്റ്റ് ഇറങ്ങി. പൊതുസമ്മേളനത്തിൽ സുന്നത്ത് ജമാഅത്ത് പറയാൻ പറ്റുന്ന ആരും നമ്മളതിൽ കണ്ടില്ല. അതിലിപ്പോൾ പ്രസംഗകരായിട്ടിപ്പോൾ കാര്യമായിട്ടും കണ്ടത് സമദ് പൂക്കൂട്ടനെയും അതുപോലെ തന്നെ സമദ് സമദാനിയൊക്കെയാണ്. ജാമ്യക്ക് ഇന്നാൾ വഴിയുണ്ട്. വർഷങ്ങളായി ജാമിഅ നൂരിയ സമ്മേളനം നടക്കുന്നത്. അതിൻ്റെ ഒരു സമ്മേളനത്തിൻ്റെ ഒരു സമാപന പ്രഭാഷണമുണ്ട്. അതിലാണ് മൊത്തം കാര്യങ്ങൾ, സമസ്തക്കെതിരെ സുന്നത്ത് ജമാഅത്തിനെതിരെയുള്ള മൊത്തം കാര്യങ്ങൾ അതിൽ ആ പ്രഭാഷണത്തിലുണ്ടാകും. വർഷങ്ങളായി ആ ദൗത്യം ചെയ്തിരുന്നത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ എനിക്കറിയാം. അത് നാട്ടിക ഉസ്താദാണ്. നാട്ടിക ഉസ്താദ് സമസ്തക്കെതിരെ, സുന്നത്ത് ജമാഅത്തിനെതിരെ, ഇസ്ലാമിനെതിരെ ഉള്ള ഓരോ വിഷയത്തെയും അതിശക്തമായി ശക്തിയുക്തം എതിർത്ത് കടിച്ചു കുടഞ്ഞ് പ്രസംഗിക്കുന്ന പ്രസംഗം നമ്മൾ പലതും കേട്ടതാണ്. അങ്ങനെ അത് വർഷങ്ങളായി നാട്ടിക ഉസ്താദ് അവരെ കാലം കഴിഞ്ഞ് പിന്നെ കല്ലൂർ ഉസ്താദായിരുന്നു. കല്ലൂർ ഉസ്താദ് ഒരുപാട് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ജാമിയയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിനെ സ്ഥാപിക്കാൻ വേണ്ടി ആ ലാസ്റ്റ് പ്രഭാഷണം മൂപ്പരതായിരിക്കും. കല്ലൂർ ഉസ്താദിൻ്റെ വഫാത്തിന് ശേഷം പിന്നെ ആ ദൗത്യം നമ്മുടെ ഹമീദ് ഫൈസി ആയിരുന്നു. വർഷങ്ങളായി ജാമിഅ നൂരിയ പൊതുസമ്മേളനത്തിലുള്ള സമാപന പ്രഭാഷണം ഹമീദ് ഫൈസിയാണ് നിർവഹിച്ചിരുന്നത്. സമസ്തക്കെതിരെ, സുന്നത്ത് ജമാഅത്തിനെതിരെയുള്ള എല്ലാ അലവലാദികളെയും നന്നായി എതിർത്ത് പ്രസംഗിക്കുന്ന പ്രഭാഷണമാണ് നമ്മൾ കഴിഞ്ഞ വർഷം വരെ കേട്ടത്. ഇന്നിപ്പോൾ ഹമീദ് ഫൈസി തഴയപ്പെട്ടിരിക്കുകയാണ്. ഒരിക്കലും അത് അനുവദിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ UAE ഓസ്ഫോജന അതിനെതിരെ ശക്തിയായിട്ട് നമ്മൾ പ്രതിഷേധം രേഖപ്പെടുത്തി ലെറ്റർ അങ്ങോട്ട് എത്തിച്ചു കൊടുത്തത്, അങ്ങോട്ട് വിട്ടത്. ഞാൻ പേഴ്സണലായി എൻ്റെ സുഹൃത്താണ് റിയാവുദ്ദീൻ ഫൈസി. മൂപ്പർക്കും പേഴ്സണലായിട്ട് ഞാൻ ലെറ്റർ വിട്ടിട്ടുണ്ട്. നമുക്കത്രക്കല്ലേ കഴിയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഏതൊക്കെ റാഹത്താകട്ടെ, ശരിയാകട്ടെ. അസ്സലാമു അലൈക്കും. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.